Bloody fools. Country. Hello, doctor. Hello, I'm coming. Please get in. Stella, I'm gonna stop it. I take it. You don't cry. Wait. Stella. ഒന്നും വന്നിരുന്നേ ഈ ഒരു കൂട്ടം ചതി എന്നോട് വേണ്ടിയില്ലായിരുന്നു കേട്ടോ. കണ്ടോളാം, ഞാൻ കണ്ടോളാം. അയ്യോ. വാപ്പപ്പെട്ട പിന്നെങ്കിലും തോന്നിയല്ലോ പെങ്ങളെ കാണണമെന്ന്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളെല്ലാം എന്നോട് ഇങ്ങനെ പെരുമാറാൻ? ഞാൻ നിന്നെ കണ്ട് പുന്നാരിക്കാനൊന്നുമില്ല. നിന്റെ മറ്റവനുണ്ടല്ലോ, അങ്ങനെ കാണാൻ വേണ്ടി വന്ന എവിടെ പോയി? ഞാനും ചേട്ടനും കൂടി ഓഫീസിലെ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വടക്കയിലെ ദാമോദരന് സുഖമില്ലെന്ന് ആള് വന്ന് പറഞ്ഞു. ചേട്ടൻ ഇപ്പൊ വരും. പപ്പടിരിക്കൂ. എന്നെ അങ്ങനെ ഇരുത്തൊന്നും വേണ്ട. ഞാൻ കുറെ ഇരുന്നത്. മുതലാളിയുടെ എല്ലാ കണക്കും നോക്കുന്ന ഇവിടുത്തെ വലിയ കൊച്ചുമുതലുണ്ടല്ലോ, അങ്ങനോട് പറഞ്ഞേരെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ച് രൂപ വേണം. നാളെ എനിക്ക് 5000 രൂപ കിട്ടണം. പറഞ്ഞേക്ക്. ചേട്ടന് തോന്നുന്ന പോലെ ചെയ്യാൻ ഒക്കുമോ പപ്പേട്ട? മുതലാളി ഒപ്പിട്ട ചെക്ക് ബുക്കാണ് ഇരിക്കുന്നത്. എന്നിട്ടെന്ത് പ്രയോജനം? സ്വന്തം ആവശ്യങ്ങൾക്ക് തന്നെ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാമോ? ഏതായാലും ചേട്ടൻ വരട്ടെ. പപ്പയോടും പിന്നെ നേരിട്ട് ചോദിക്കൂ. ഞാൻ കാപ്പി കൊണ്ടുവരാം. ആശ നിറവേറ്റാൻ വേണ്ടി മനുഷ്യൻ എന്തും പ്രവർത്തിച്ചില്ല. ഏതായാലും ചേട്ടൻ സൂക്ഷിച്ചാൽ മതി. നിരാശ ചിലപ്പോൾ മനുഷ്യൻ മൃഗമാക്കും. ഒന്നുമില്ല മലതി. മുതലാളി വരുമ്പോ നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങണമെന്നാണ് എന്റെ പ്ലാൻ. നീ എന്ത് പറയുന്നു? അത് വേണം കേട്ടാ. എങ്ങനെ എന്നോട് മുമ്പിൽ? എന്നായാലും നമ്മൾ അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ പറ്റൂ. പിന്നെ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മധുവേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എന്നാലും ആ നഥു ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മുതലാളി. അപ്പോൾ ഞാൻ തോറ്റു എന്നാണോ കുറിപ്പ് പറഞ്ഞു വരുന്നത്? അതെന്തിനാ പതുക്കെ പറയുന്നേ? ഉറക്കെ തന്നെ പറ. ഹലോ മധു. ഹലോ മാലതി. ഞങ്ങൾ അനുഗ്രഹം വാങ്ങണമെന്നാണ്. അനുഗ്രഹമോ? എന്തിന്? ഞങ്ങൾ വിവാഹിതരായി. സന്തോഷം. അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ രോഗം മാറി തിരിച്ചു വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി കാണും അല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങ് ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. പുഷ്പ എവിടെ? കണ്ടില്ലല്ലോ. പുഷ്പ അവളുടെ വീട്ടിൽ പോയി. അങ്ങ് പുഷ്പ ഏൽപ്പിച്ച ജോലി അവൾ ആത്മാർത്ഥമായി ചെയ്തു. ആ ആത്മാർത്ഥത അവളെ നിരാശപ്പെടുത്തി. അങ്ങോട്ട് എനിക്ക് കടപ്പാടുണ്ട്. കടപ്പാടുകൾ വിൽക്കാനും വാങ്ങാനുമുള്ളതല്ലോ മധു. ഏതായാലും എല്ലാ കാര്യങ്ങളും മധുവിനറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ സംസാരിക്കണമെന്നില്ല. തൊഴിലിന്റെ മഹത്വം അറിയാത്തവരല്ല നമ്മുടെ തൊഴിലാളികൾ. അവരുടെ ചോരയും വീർപ്പുമാണ് ഈ സ്ഥാപനത്തെ ഈ നിലയിൽ എത്തിച്ചത്. മനസ്സിലായോ? തൊഴിലാളികളോട് മര്യാദയായിട്ട് പെരുമാറണം. കാര്യമറിയാതെ അവർ കള്ളന്മാരാണെന്ന് വെറുതെ മുദ്ര കുത്തരുത്. ഞാൻ മനഃപൂർവ്വം ആരെയും ചീത്തയാക്കിയിട്ടില്ല. മധു വർഷാപ്പിന് ചീത്തപ്പേരുണ്ടാക്കിയാണ്. ഒരിക്കലുമില്ല. ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിൽ കൂടെ കാണിക്കണം.
അങ്ങയുടെ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ചെയ്യാഞ്ഞിട്ടാണോ ഇവിടെ ഇത്രയും കാലം ഉണ്ടാകാത്ത പ്രശ്നങ്ങൾ തൊഴിലാളികളിൽ ഉണ്ടായത്? അങ്ങനെ പറയരുത്. വർക്ക്ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ കളവ് പോയാൽ സമാധാനം പറയേണ്ട ഞാനല്ലേ? മിസ്റ്റർ മധു, നിങ്ങൾ ഇങ്ങനെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. എന്നെ സഹായിക്കുകയും വേണ്ട. ഞാൻ ഇവരോട് ജോലിക്ക് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പോകാം. എല്ലാം ശരിയായിട്ടുണ്ട്. ഓ, അയക്കാലോ. നാളെ തന്നെ അയച്ചേക്കാം. നമസ്കാരം. അപ്പൊ സാറേ, ഞങ്ങളിവിടെ തിരിച്ച് ജോലിക്ക് വന്നതിൽ സാറെന്തെങ്കിലും വിരോധമുണ്ടോ? എന്നെ തോൽപ്പിച്ചെന്ന് അഹങ്കാരമായിരിക്കും. എടോ തോമ, സത്യത്തിന് എന്തും 16 വയസ്സാണ്. അയ്യോ സാറേ, സത്യത്തിന് ഓരോ കൊല്ലം കഴിയുമ്പോൾ ഓരോ വയസ്സ് കൂടും. സാററിയില്ലേ? പിന്നെ ആ സ്റ്റോർ റൂമിന്റെ താക്കോലിങ്ങ. ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ തോമ, നല്ലവരെ തുണയ്ക്കാനും വിശ്വാസവഞ്ചകരെ തളയ്ക്കാനും നമ്മുടെ മുതലാളിക്ക് അറിയാമെന്ന്. കാണാൻ പോകുന്ന പൂരമല്ലേ? അല്ലേ കളിച്ചു കളിച്ച് ആസാന്റെ നെഞ്ഞത്തോട്ടായി കളി. ഇതുകൊണ്ടൊന്നും എന്നെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഈ ചൂടിലൊഴുകുന്ന രോഗം കൊണ്ടല്ല എന്നെ നട്ടലുണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യും. എന്റെ പ്രവൃത്തി ശരിയാണെന്ന് തെളിയിക്കേണ്ട കടമ എനിക്കുണ്ട്. ഹലോ, ചെക്ക് റിട്ടേൺ ആയിരുന്നോ? 60,000 മേൽ ബാലൻസ് ഉണ്ടായിരുന്നാണല്ലോ. ഡ്രോ ചെയ്തോ? ഓഹോ, ശരി. തല്ലിയവന്റെ ഒക്കെ എല്ലൊടിക്കേണ്ട കാലം കഴിഞ്ഞടാ തോമ. ഉൾപ്പെട്ട അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നീ വേണേ 4 ആളെ കൂടെ വിളിച്ചോ. അത് തന്നെയാണ്. എന്താ രണ്ടുപേരും കൂടെ ഗൂഢാലോചന? ചെക്കിന്റെ കാര്യം. ചെക്കിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മുതലാളിക്ക് മനസ്സിലായില്ലേ അവനൊരു പൂച്ച സന്യാസിയാണെന്ന്? ശരിയാണ് തോമ, മധു ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ചെക്കും മാറി അവൻ മധു ഇത് ആഘോഷിക്കാൻ പോയിരിക്കുകയല്ലേ. കുറിപ്പേട്ട, മുതലാളി ഇപ്രാവശ്യം അവനെ വെറുതെ വിടും. അതായത് പറഞ്ഞ നമ്മൾ മണ്ടന്മാരാവും. നീ ഒന്ന് ചുമ്മാ ഇരി തോമ. മുതലാളി ചതിച്ചവർ എന്ത് ചെയ്യണമെന്ന് മുതലാളിക്ക് അറിയാം. നിങ്ങൾ എന്താ എന്നെ പറ്റി ധരിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. ഞാൻ ഇന്ന് തന്നെ അവനെ പോയി കാണുന്നുണ്ട്. കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും. ഞാൻ അനുഭവിക്കേണ്ടത് മറ്റൊരാൾ സ്വന്തമാക്കുമ്പോൾ കണ്ടു നിൽക്കേണ്ട ഗതികേടിലായി ഞാനിന്ന്. ഇല്ല, ഞാൻ ഒരിക്കലും കീഴടങ്ങില്ല. എന്റെ ചേട്ടൻ ഒരടിമയെപ്പോലെ അവിടെ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. നീ പറഞ്ഞ ശരിയാണ് മതി. ഞാൻ ആ ജോലിയിൽ നിന്ന് രാജിവെച്ചാൽ എന്താണെന്ന് ആലോചിക്കുകയാണ്. കുറച്ചു നാളായി മുതലാളി എന്നോട് ഒരു ശത്രുവിനെ പോലെയാണ് പെരുമാറുന്നത്. ആരാത്? നിങ്ങളാണ് മിസ്റ്റർ മധു? അതെ, ഞാനാണ് മധു. എന്താണ്? നിങ്ങളുടെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ടുണ്ട്. കാര്യം? നിങ്ങൾ 25,000 രൂപയുടെ വെട്ടിപ്പ് നടത്തിയതായി നിങ്ങളുടെ മുതലാളിയോട് പരാതിയുണ്ട്. സാർ, എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണം. ഒന്നും പറയണ്ട, നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സാർ, എന്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. വരും മിസ്റ്റർ.
ഞാൻ വരാം സർ. ചേട്ടാ, നീ വിഷമിക്കായിരിക്കും മകളെ. മുതലാളി എന്നൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാണ് ഈ ജോലി തന്നത്. ഇപ്പോൾ അദ്ദേഹം തന്നെ എന്നൊരു പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിന്. ഞാനെങ്ങനെ രക്ഷിക്കാനാണ്? കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണമെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല മാലതി. എന്റെ ചേട്ടൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇത് മനഃപൂർവ്വമുള്ള ചതിയാണ്. അപ്പോൾ ഞാൻ മാലതിയോട് പകരം വീട്ടുകയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നെ കബളിപ്പിച്ചതിന്? ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല. പിന്നെ എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ട് ഞാൻ രോഗിയായി ചികിത്സയ്ക്ക് പോയപ്പോൾ മറ്റൊരാൾ വിവാഹം കഴിച്ചു. ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ പരിഹസിക്കാൻ വേണ്ടി മാത്രം എന്റെ മുമ്പിൽ അനുഗ്രഹം വാങ്ങാൻ വന്നു. ഇത് വഞ്ചനയല്ലേ മാലതി? അല്ല, ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്ത ഒരു പുരുഷൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു കുറ്റവും ചെയ്യാത്ത ആ മനുഷ്യനെ വഞ്ചിക്കാതിരുന്നതാണോ എന്റെ തെറ്റ്? അപ്പോൾ മാലതിക്ക് എന്നെ ഇഷ്ടമില്ലാതെയാണ് വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചത് അല്ലേ? നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട്, ബഹുമാനമുണ്ട്, ഒരർത്ഥത്തിൽ സ്നേഹവുമുണ്ട്. പക്ഷേ വിവാഹത്തിന് സമ്മതിച്ചത്, എന്നെ സമ്മതിപ്പിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പൊ ഞാൻ വന്നത് നിങ്ങളുടെ ദയ യാചിക്കാനാണ്. മധു കുറ്റം സമ്മതിക്കട്ടെ. പണം ഞാൻ ഉപേക്ഷിക്കാം, കേസും പിൻവലിക്കാം. ചെയ്യാത്ത കുറ്റം സമ്മതിക്കാൻ ഞാൻ ഇദ്ദേഹത്തെ നിർബന്ധിക്കില്ല. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് മധുവിനോട് തന്നെ ചോദിക്കൂ. ഞാൻ പോകുന്നു. ഇഷ്ടമാണോ? തീർച്ചയായും. ഞാൻ പറഞ്ഞ പണം കൊണ്ടുവന്നോ? എന്റെ കയ്യിൽ എവിടുന്നാണ് പണം? ഉള്ളപ്പം ഞാൻ നിനക്കല്ലേ വന്നത്. എന്റെ അച്ഛനെയും അമ്മയും വരെ ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോഴാണ് ഉള്ള ജോലിയും പോയി. ഞാൻ എന്ത് ചെയ്യാനാണ്? പണമില്ലെങ്കിൽ വെളിയിൽ പോകണം. ഞാനിപ്പോ വെളിയിൽ പോകണല്ലേ? കൊലച്ചതി ചെയ്തു കൊണ്ടുവന്ന 20,000 രൂപ ഞാൻ നിനക്ക് വേണ്ടിയാണ് ദൂർത്തടിച്ചത്. അത് കഴിഞ്ഞപ്പോ ഞാനിപ്പോ വെളിയിൽ പോകണല്ലേ? ശരി, ഞാൻ പോകാം. ശരിക്കെന്താ പറഞ്ഞത്? Bloody rascal! I am Popo! You know! Bloody bitch! ഞാൻ ഇതിലപ്പുറം അനുഭവിക്കണം. ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം തുറച്ചെന്ന് നിനക്കറിയാമോ? ഇനിയൊക്കെ പുഴുത്ത് കഴിക്കരുത്, പുഴുത്ത് കഴിക്കും. ഇത് ഞാനാണ് പറയുന്നത്, ഞാനാണ് പറയുന്നത്. മുതലാളി, എത്രയും വേഗം അങ്ങൊരു വലിയ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം. അവള് പോയാ പോട്ടെന്ന് 1000 പെണ്ണുങ്ങൾ മുതലാളിയുടെ ഈ പഠിക്കൽ ക്യൂ നിൽക്കുമല്ലോ. മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അല്ല, പറഞ്ഞെന്നേ ഉള്ളൂ.
മുതലാളി ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ സ്ത്രീ ഒരു വഞ്ചികയാണെന്ന് വിചാരിച്ചിരുന്ന എന്നെ സ്ത്രീ ഒരു ലഹരിയാണെന്ന് മനസ്സിലാക്കി തന്നത് മാലതിയായിരുന്നു. എന്നിട്ടിന്ന്